ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നെത്തിയിട്ടുള്ളത് നല്ലൊരു ക്രിസ്പി ഈവനിങ് സ്നാക്കായിട്ടാണ്. മസാല കപ്പലണ്ടി ചൂട് കട്ടൻ ചായയോടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൊടുക്കാം. കുട്ടികൾക്കും പ്രായവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ഒരു മസാല കപ്പലണ്ടി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ആക്ച്വലി ഞാൻ മുന്നേ ഒരു റെസിപ്പിയിൽ ഈ ഒരു പീനട്ട്സ് വെച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കി അതിൽ ഞാൻ കടല എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊന്ന് കോട്ടയംകാരൊക്കെ പൊതുവേ ഈ ഒരു പീനട്ട്സിന് കടല എന്നും ക്യാഷ്നട്ടിന് കപ്പലണ്ടി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇന്നെന്തായാലും തിരുത്തി പറഞ്ഞിട്ടുണ്ട്, പീനട്ട്സിന് കപ്പലണ്ടി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മസാല കപ്പലണ്ടി എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഡെയിലി അപ്ഡേറ്റ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. Keep on watching, guys. മസാല കപ്പലണ്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു സ്കിന്നൊക്കെ ഇങ്ങ് മാറ്റി എടുത്തിട്ടുണ്ട്. അത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് 1/2 കപ്പ് എടുക്കുകയാണെങ്കിൽ അതിലും കുറവ് ഒരു 1/4 കപ്പൊക്കെ മതി അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി, നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ കടലമാവും അരിപ്പൊടിയും നന്നായിട്ട് കപ്പലണ്ടിയിലേക്കൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 പെറ്റൽസ് വെളുത്തുള്ളിയും 1 ടീസ്പൂൺ പെരുംജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യുമിൻ സീഡ്സ്, നല്ല ജീരകം, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കരുത്. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കില്ലേ, അതുപോലെ ഇത്തിരി വെള്ളം ചേർത്തെടുത്തിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. പക്ഷേ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിങ്ങനെ കൂടി പിടിച്ചിരിക്കും. അതൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്താൽ മതി. ഇന്നൊന്ന് സെപ്പറേറ്റ് ആക്കി ഓരോ പീനട്ട്സും എടുത്തതിന് ശേഷം വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് ഇനി കൂട്ടിയിട്ട് കൊടുക്കരുത്. അത് എളുപ്പമാണ് കേട്ടോ. നമ്മൾ കയ്യിലെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. തീ നന്നായി കുറച്ച് വെച്ച് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. നമ്മൾ എണ്ണയിലേക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഇത് ഇളക്കി എടുക്കരുത്. ആ ഒരു മസാല മുഴുവൻ കപ്പലണ്ടിയിൽ നിന്നും വിട്ടുപോകും. എണ്ണയിലേക്ക് ഇട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് വരും. അത് ഒരുപാട് എണ്ണയൊന്നും ആവശ്യം വരത്തില്ല കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം തന്നെ ഇളക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 2 മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട്. ഇളക്കുമ്പോഴത്തേക്കും കിരികിരാന്നൊരു സൗണ്ട് വയ്ക്കും. അപ്പോഴത്തേക്കും അത് നന്നായിട്ട് ആ എണ്ണയിലേക്ക് പിടിച്ചിട്ട് കിട്ടും. അതിൻ്റെ തരികളൊന്നും എണ്ണയിലേക്ക് വിട്ടു പോരത്തുമില്ല. നമ്മൾ ഇടുമ്പം തന്നെ ഇളക്കി കൊടുക്കാണ്ടിരുന്നാൽ മതി. ഇപ്പം നമ്മുടെ മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറക്റ്റായിട്ട് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് മുന്നിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചതച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടായതുകൊണ്ട് തന്നെ ഉണക്കമുളക് മുഴുവനായിട്ട് ഇട്ടേക്കുന്നത്. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുത്തോളൂ. ഇപ്പോൾ കുറച്ചുകൂടി എരിവ് കിട്ടും. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ കരിരൂന്നൊരു സൗണ്ട് ഉണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഈ കപ്പലണ്ടിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ആ പെരുംജീരകവും ഇതൊക്കെ നമ്മുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ച് ഫ്ലേവറൊക്കെ മാറ്റി ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എണ്ണയൊന്ന് മാറിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊന്ന് തണുത്ത് വരുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക കേട്ടോ. കുറച്ചുകൂടി ഒന്ന് തണുത്ത് ചൂടൊക്കെ ഒന്ന് മാറി കിട്ടണം. അടുത്ത ബാച്ച് കൂടി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ കപ്പലണ്ടി എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. കപ്പലണ്ടി മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഒന്ന് നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ തൊലിയോട് കൂടി തന്നെ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ കുട്ടികൾക്ക് അങ്ങനെ അതിൻ്റെ സ്കിന്ന് മാറ്റിയതിന് ശേഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയും മസാല കപ്പലണ്ടി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. മസാല കപ്പലണ്ടി വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കാത്തവരെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. കുറച്ചുകൂടി സ്പൈസി ആയിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ഇച്ചിരി അളവ് കൂട്ടി ചേർക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.